ഹലോ മക്കളെ, 10th കഴിഞ്ഞ് +1 ഏത് സെലക്ട് ചെയ്യണത് ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്. അപ്പോൾ കൊമേഴ്സ് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് പ്രധാനമായിട്ടും വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് കൊമേഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് മാത്സ് നിർബന്ധമാണോ? പല കുട്ടികളും ചോദിക്കണം. കാരണം കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് ആണ്, ബാങ്കിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അക്കൗണ്ടൻസിക്കകത്തൊക്കെ മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ 10th മാത്സ് കുറച്ച് വീക്കാണ്, അപ്പോൾ ഞാൻ കൊമേഴ്സ് പോയാൽ ബുദ്ധിമുട്ടുമോ? ഇത്തരത്തെ ഡൗട്ട്സ് എല്ലാം കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. നമുക്കത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ സ്കൂൾ സെലക്ഷനും സബ്ജക്ട് കോമ്പിനേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. കൊമേഴ്സ് പഠിക്കുന്നവർ മാത്സ് നിർബന്ധമാണോ എന്നുള്ള ചോദ്യത്തിന് നിർബന്ധമല്ല എന്നാണ് ഉത്തരം. കാരണം നിങ്ങളുടെ സ്കൂൾ സെലക്ഷൻ തന്നെയാണ്. നമുക്ക് പല സ്കൂളുകൾ നമുക്ക് കൊമേഴ്സ് സ്ട്രീമുകൾ കാണാം. പക്ഷേ ഇവിടെയൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ വ്യത്യാസമായിരിക്കും. ഇവിടെ മാത്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം കഴിഞ്ഞ് കോർ പേപ്പേഴ്സ് ആയ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഇതാണ് 3 കൊമേഴ്സ് പേപ്പേഴ്സ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് ഓപ്ഷണൽ പേപ്പേഴ്സ്. ഈ ഓപ്ഷണൽ പേപ്പേഴ്സ് നമുക്ക് മാത്സ് ഉണ്ടാവാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാവാം, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവാം, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അത് സ്കൂളിൽ എത്തിയ ശേഷമല്ല ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ സ്കൂളിനെ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണോ ഉള്ളത് ആ സ്കൂൾ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. മാത്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാത്സ് ഇല്ലാത്ത സ്കൂൾ നിങ്ങൾക്ക് പഠിക്കാം. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചാൽ മതി. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രശ്നമാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. ഇനി ഇത് 3 പ്രശ്നമാണെങ്കിൽ പക്ക തിയറി പേപ്പറായ പൊളിറ്റിക്സും പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് മാത്സിനെ പേടിച്ചിട്ട് ആരും നേരെ ഇവിടെ വരേണ്ട, കൊമേഴ്സ് എടുക്കാതിരിക്കേണ്ട എന്നാണ് സാറിന് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, മാത്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, മാത്സിന് നല്ലപോലെ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ, മാത്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും കൊമേഴ്സ് വിത്ത് മാത്സ് എടുക്കണം. അത് കൊമേഴ്സിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ഇനി ഈ സബ്ജക്ട് കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്കൂളാണ് ഇഷ്ടപ്പെട്ടത് ആ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സിൽ അഡ്മിഷൻ എടുക്കാം. ഇനി ഒരു ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് കൊമേഴ്സ് കിട്ടാമോ? തീർച്ചയായും നിങ്ങൾക്കറിയാം, 10th നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്, ബാച്ചിൽ പഠിച്ചാണ്. അതേപോലെ തന്നെ സൈലം കൊമേഴ്സ് എക്സ്ക്ലൂസീവ് ബാച്ചാണ് യുവ +1 യുവ ബാച്ച്. +1 യുവ ബാച്ചിൽ നിങ്ങൾ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് പഠിച്ചു തുടങ്ങാം കൊമേഴ്സ് ഈസിയായി.